മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോണാത്തിലെ കാട്ടവരാതം തീട്ടപ്പടം. ഇതിൻ്റെ സംവിധാനം ബാബു ജോൺ കോക്കവയൽ, പ്രൊഡ്യൂസർ പ്രസീജ് കൃഷ്ണ. സാധാരണ കൊച്ചു പിള്ളേർ ചെയ്യുന്ന ഷോർട്ട് ഫിലിമോ ആൽബമോ അതുപോലും ഈ സിനിമയേക്കാൾ മനോഹരമാണ്. ഇത് വെറും കാട്ടവരാതം. എന്താ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഈ വേറൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ആരും നന്നായിട്ട് ചെയ്യാത്ത ഒരു കൂതറ. പിന്നെ ഇതിൻ്റെ നായകൻ തന്നെ ഒരു കൂതറ കാട്ടവരാതം. അഖിൽ കോട്ടാത്തല, യാതൊരു നിലപാടുമില്ലാത്ത ബിഗ് ബോസിൽ പോയി എന്തൊക്കെ കാട്ടി. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഉലുമോൾ തുണി പറിച്ച് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അവിടെ കാല് പിടിച്ച് അവിടെ കയറി യാതൊരു നിലപാടുമില്ല കാട്ടുവാണം അഖിൽ മാരാർ. തനിക്ക് സംവിധാനം അറിയത്തില്ലെന്ന് ആദ്യ സിനിമയുടെ കൂടെ തന്നെ ജനങ്ങളെ അറിയിച്ച അഖിൽ മാരാറിന്റെ ഈ സിനിമയിൽ അഭിനയിക്കാൻ എന്ത് കോപ്പാ ചെയ്തു വച്ചിരിക്കുന്നു. ഇവനെയൊക്കെ ആരെ വിളിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കും? ഈ കാട്ടവരാതത്തിന്റെ ഇത്രയോ ഫാൻസോ ഇത്രയോ ആണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ 10 പേര് തികച്ചില്ലാതിരുന്ന ഈ സിനിമ കണ്ടു തീർക്കുക എന്നുള്ളത് ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അതുപോലെ തന്നെ ഇത് കൂടുതലൊന്നും പറയാനില്ല. ഇത് അങ്ങനത്തെ ഒരു പടമാണ്. പിന്നെ പ്രൊഡ്യൂസർ പടം തുടങ്ങിയും തന്നെ ഇതിലൊന്നും കിട്ടാനില്ലെന്ന് മനസ്സിലാക്കിയിട്ട് മാക്സിമം ചെലവ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി സിനിമ തീർക്കാൻ, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഒരു സിനിമ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ സംവിധായകനും നിർമ്മാതാവും കൂടി മനഃപൂർവ്വം ശ്രമിച്ചതായിട്ടാണ് സിനിസ്കോപ്പിന് തോന്നുന്നത്. ഈ മുള്ളംകൊല്ലിയുടെ അപരാധത്തിൽ അഭിനയിച്ചവർ ഒരു ലോഡ് ബിഗ് ബോസ് മുൻ താരങ്ങൾ: അഭിഷേക് ശ്രീകുമാർ, സെറീന, നവാസ്, അതുൽ സുമേഷ്, കോട്ടയം നസീർ, ജോയി മാത്യു, കോട്ടയം രമേഷ്, ഇങ്ങനെ കുറെ ആൾക്കാരും. എല്ലാവരുടെ അഭിനയം ഭയങ്കര ശോകമാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പോൾ ബിഗ് ബോസിലെ അഭിനവ കുലസ്ത്രീയും മറ്റവിടുത്തെ ഡിസിപ്ലിൻ കൊണ്ടുവരുന്ന ലക്ഷ്മിയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തോ അൾട്ടിമേറ്റ് കാട്ടവരാതം പ്രോ കോണാത്തിലെ പടം. കൂടുതലൊന്നും പറയാനില്ല. ഇനിയും പോയി ഈ പടം തിയേറ്ററിൽ പോയി ആസ്വദിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായും പോയി കാണാവുന്ന ഒരു പുനാങ്കിലെ സോഷ്യൽ മീഡിയ രായാവ് എന്ന് സ്വയം പറഞ്ഞ് അഹങ്കരിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ലൈംലൈറ്റ് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അഭിനവ 15ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു കാട്ടവരാതം, കോട്ടത്തലയുടെ ഒരു കാട്ടവരാതം സിനിമ.